അച്ചാറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കടുക് മാങ്ങ ഉണ്ടാക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഒരു 4 മാങ്ങ ഇതുപോലത്തെ മാങ്ങ ഞാൻ നല്ലപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. തീരെ ചെറുതായിട്ട് അരിയണ്ട. നമ്മൾ കടുക് മാങ്ങ ഒക്കെ കുറേ ദിവസം ഇരിക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തിരി ഒരു വിധം ഒന്ന് ഈ മുഴുപ്പിൽ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഞാൻ അതിനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് നല്ലതുപോലെ അച്ചാറിനൊക്കെ ഇടുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ കുറച്ച് ഏറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ സ്പൂൺ ഉലുവ പൊടിച്ചതാണ്. ഉലുവ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ നല്ലത് അച്ചാറിന്. പിന്നെ കായം വേണം നമുക്ക്. കുറച്ച് 2 സ്പൂണ് കായം കൂടി നമുക്ക് ഇടാം. പിന്നെ 2 വലിയ സ്പൂണും മുളക് പൊടി ഇടണം. പിന്നെ 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി ഇടണം. കടുക് നല്ലതുപോലെ ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് ആദ്യം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കി ഞാനൊരു 3 വലിയ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. അച്ചാറിനൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഇത്തിരി എണ്ണ നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഉപ്പ് നീരായിട്ട് തിളപ്പിച്ചാണ് ഒഴിക്കുന്നത്. നേരെ ഉപ്പിടുന്നതിനേക്കാൾ ഉപ്പ് നീര് ഒഴിക്കുവാണെങ്കിൽ അച്ചാറിന് ശകലം നീളവും കിട്ടും. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്ന് മൂത്തൊന്നും പോണ്ട. നമുക്ക് അച്ചാറിനല്ലേ, അതുകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളമയം ഒന്ന് മാറി ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതിന് വിനാഗിരി ചേർക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം വിനാഗിരിയും കൂടി ചേർക്കണം. മാങ്ങയ്ക്ക് നല്ലൊരു പുളിയുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിനാഗിരി ചേർക്കണ്ട. 1/2 സ്പൂണൊന്ന് വിനാഗിരി ചേർക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനിത് ആവശ്യത്തിന് ഇതുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് സ്ലോ ആക്കുവാണ്. ഇനി നമുക്ക് 2 വലിയ സ്പൂണ് മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കാം. അത് ഇളക്കി ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്ത് നമ്മൾ ഒത്തിരി നേരം ഒന്ന് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഈ ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം. മാങ്ങ അരിഞ്ഞത് നമുക്ക് ചേർക്കാം. ഈ എണ്ണയ്ക്കകത്ത് ഈ ചൂടെണ്ണയിലൊക്കെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഒത്തിരി നേരം ഇട്ട് വേവിക്കുന്നില്ല. ഒന്ന് ഇളകി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉപ്പുനീര് ചേർക്കണം. ഈ മാങ്ങയ്ക്കകത്തോട്ട് ഒരു 1/2 സ്പൂണോളം കായം പൊടി ചേർക്കണം. അതും കൂടിയും കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് 1 സ്പൂണ് ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. തിളച്ച് ആറിയ വെള്ളമാണ്. ഈ ഉപ്പായിട്ടിടാതെ നമ്മൾ ഉപ്പ് നീരായിട്ട് ഇടുവാണെങ്കിൽ കടുക് മാങ്ങയ്ക്ക് നമുക്ക് കുറച്ചൊരു ചാറ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഉപ്പ് നീരായിട്ടാണ് ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഗ്യാസ് നമുക്കിപ്പോൾ ഓഫാക്കാം. നല്ലൊരു വെള്ളമൊന്നും ഇല്ലാത്ത വെള്ളമയം നല്ലപോലെ തുടച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലൊരു ഭരണിക്കകത്ത് വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കടുകുമാങ്ങ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനൊക്കെ സൈഡിലൊന്ന് ഇച്ചിരി വെച്ച കടുകുമാങ്ങ കൂട്ടുവാണെങ്കിൽ ചോറൊക്കെ എണ്ണ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം മാങ്ങയൊക്കെ ഉള്ള സമയമല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ സമയം വെക്കാനാണെങ്കിൽ നമ്മൾ ഇച്ചിരി 1 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.